പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കത്തിക്ക് കുത്താനൊക്കെ പഠിപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തുന്നു, നേരെ കയറി പിടിക്കുന്നു, പൂട്ട് ചെയ്യുന്നു, ഇനി അതല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് പഠിക്കാറുള്ളത്. എന്നാൽ നമ്മൾ സ്ട്രീറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇത് പലപ്പോഴും പ്രാവർത്തികമാക്കി കിട്ടാറില്ല. കാരണം കുത്തുന്നവൻ കുത്താനാണ് വരുന്നത്, അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനല്ല വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുത്താൻ വരുന്നവൻ അവൻ്റെ എയിം എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് കുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പിടിക്കുക അല്ലെങ്കിൽ തിരിച്ച് പൂട്ടുക എന്നൊക്കെയെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. വന്ന് കിട്ടിയാൽ കിട്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100-ൽ 1% താഴെയാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇത് തട്ടാനും പിടിക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ചില ട്രിക്കുകളുണ്ട്. അതായത് ബോഡിയെ നമ്മളിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ കണക്കാക്കിയാൽ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ തട്ടിയെടുക്കേണ്ടത്. അതിൽ സെൻട്രൽ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക് എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ, അതൊക്കെ പ്രാക്ടിക്കലി സത്യത്തിൽ സ്ട്രീറ്റിൽ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിലാവാം, എന്നാലും മുന്നിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഗതി ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ക്രാമാക പോലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള തട്ടുകൾ കൈകൊണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും ഒരായുധം ഉപയോഗിച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെ ചില ബേസിക്കുകളാണ് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഇവിടെ നമ്മൾ സെൻറ്റർ ബ്ലോക്ക് ചെയ്യാമെന്ന് കൂട്ടിക്ക്. ഒരു സെൻറ്റർ പഞ്ച് വരുന്നു, പഞ്ച് സെൻറ്റർ ബ്ലോക്ക്, ആ കൈക്ക് സെൻറ്റർ പഞ്ച് കണ്ട നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി ഒരു അപ്പർ പഞ്ച് വരികയാണെങ്കിൽ നമുക്ക് അപ്പർ ബ്ലോക്ക് ചെയ്യാം, അപ്പർ ബ്ലോക്ക് ചെയ്യാം, അപ്പർ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ. ഇനി ലോവർ പഞ്ച് വരുമ്പോൾ ലോവർ ബ്ലോക്ക് ചെയ്യാം, ലോവർ ബ്ലോക്ക് ചെയ്യാം, ലോവർ ബ്ലോക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ പഠിക്കുന്ന പൊതുവിലുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് വരിക. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മേലിൽ നിന്ന് അടിച്ചിട്ട് നമ്മൾ തട്ടി 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 കണ്ടോ, നമുക്കത് കിട്ടുന്നുണ്ടോ? ഇവിടെ കൈ തിരിയണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതേസമയം നമ്മൾ പഠിച്ചു വരുമ്പോൾ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന തട്ടുകൾ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ എങ്ങനെ വരണം? അപ്പോൾ ഇത് നമുക്ക് അകത്തോട്ട് കയറാനും ഒക്കെ എന്ത് പറ്റും? ഈസി ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അടി വരുന്നു, നമ്മളിങ്ങനെ തട്ടിയുണ്ടോ, അപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറാനുള്ള പഠിത്തം ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്, ബ്ലോക്ക് ചെയ്യുന്ന അറ്റ് എ ടൈം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റണം. അപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റണം. ഇവിടുന്ന് വരുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യണ്ടോ, ഇതുപോലെ അറ്റാക്ക് ചെയ്യാനുള്ള വേഗത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്ത് പഠിക്കാനുള്ള ഗുണം അതാണ്. ഉദാഹരണം പറഞ്ഞാൽ താഴെ നിന്നൊരു കുത്തു വരുന്നു, കുത്തി നമ്മളിങ്ങനെ കയറി പിടിക്കുന്നുണ്ടോ, ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കത്തി പുറകോട്ട് വലിക്കാനൊക്കെ പറ്റും. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കത്തി പഠിക്കുന്ന സമയത്ത് ഈ ടൈപ്പ് വഴക്കമുള്ള റബ്ബറിൻ്റെ കത്തി കൊണ്ടാണ് ആദ്യം നമ്മൾ പഠിക്കുക. അപ്പം അപകടം ഉണ്ടാവാതിരിക്കും. ക്ലിയറായോ? അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കുത്തു വരുന്നു നമ്മൾ മാറിയിട്ട് കണ്ടോ, തട്ട് പോയി നല്ല ഇങ്ങനെ കയറി പിടിക്കുമല്ലോ ചെയ്യും. ഇങ്ങനെ പിടിക്കരുത്. പിടിച്ചാലുള്ള കുഴപ്പം കുത്ത് ഭയങ്കര സ്ട്രോങ് ആണ്, എന്ത് പറ്റും? കൈ തന്നെ പോകാനും നേരെ കയറാനും വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ കുത്തിക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ബാക്കി ചെയ്യല്. ഈ കുത്തുമ്പോൾ നമ്മുടെ നേരെ എവിടെ കത്തി വന്നാലും നമുക്ക് പ്രശ്നം തന്നെയാണ്. കാരണം ഇത് എവിടെ നിന്നേലും ഒരു കൈ നമുക്ക് സമയത്ത് വന്നില്ലെങ്കിൽ ഇത് കയറും. ക്ലിയറായോ? അത് എൻ്റെ തന്നെ വെച്ചാൽ നമ്മളെ സ്ഥലത്ത് ഇങ്ങനെ പിടിക്കുന്ന കുറച്ചുകൂടി ഈസിയാണ്. എന്നോട് നോക്കി കത്തി വരുമ്പോൾ ഇതുണ്ട്. ഇവിടെ തട്ടുമ്പോൾ നമ്മുടെ ഇത്ര ഏരിയ കൂടുതൽ കിട്ടും. ഏരിയ കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കയറി പിടിക്കുകയോ ഒടിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കത്തി കുത്തുമ്പോൾ ഇങ്ങനെ കയറി പിടിക്കുകയോ ക്രോസ് ബ്ലോക്ക് ചെയ്യുകയോ ഒന്നും ചെയ്ത്. ക്രോസ് ബ്ലോക്ക് ചെയ്താൽ നമ്മൾ അന്നേ മാറാൻ പറ്റണം. ഇനി അതിലൊക്കെ എത്ര ഈസിയാണ് നോക്കിക്കണ്ടോ. ഈസി ആയിട്ട് നമുക്ക് തട്ടാം, ഇവിടുന്ന് കയറാം, ഒടിക്കാം. കത്തി പിടിച്ച് മേടിക്കാൻ ശ്രമിക്കരുത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കത്തി പിടിച്ച് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ മേടിക്കാൻ ഇങ്ങനെ നോക്കി കൈയുടെ ഇവിടെയൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കത്തിയുടെ ഷേപ്പുകളിൽ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെ അപകടം ഉണ്ടാവുമെന്ന് കാണിച്ചു കേട്ടോ. ഇവിടെ നമ്മൾ കുത്തു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞനുസരിച്ച് മാറുകയാണ്. ഇത് മെറ്റൽ പീസാണ്, നേരെ വന്ന് കയറത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കയറി പിടിക്കരുത്. പിടിക്കുന്നത് സേഫ് അല്ല. നമ്മൾ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് അങ്ങോട്ട് എടുത്താൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ, വശം കിട്ടത്തില്ല. ഇനി ക്രോസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരയാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ? അതേ സമയത്ത് കുത്തി നമ്മൾ ഇങ്ങനെ തട്ടിക്കണ്ടാവും. ഇങ്ങനെ തട്ടി നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം, ഇവിടെ ഒടിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. ഒരു കത്തി കണ്ടു, ഇതിപ്പോൾ നീളമുള്ള കത്തിയാണ്. നീളമുള്ള കത്തിയിൽ നമ്മൾ കുത്തുമ്പോൾ ഇങ്ങനെ കയറി പിടിച്ചാൽ നമ്മൾ ഇങ്ങനെ നേരെ തിരിക്കുക. കണ്ടു, ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കത്തിയാണ്. പിടിച്ച് നമ്മൾ ഈ കത്തി നേരെ തിരിച്ചാൽ മതി. തിരിച്ചു കഴിഞ്ഞാൽ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കുത്തി ഇത് തിരിച്ച് വലിക്കുന്നതും ഇങ്ങോട്ട് വരുമ്പോൾ കത്തിയിരിക്കുന്നുണ്ടോ
നമ്മളിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു വലിക്കുമ്പോൾ നമ്മുടെ നേരെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി കത്തി തിരിച്ചു വരണം. അപ്പോൾ കത്തി എങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ ചെയ്യുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ, ഉണ്ടോ? ഇത്ര വേഗത്തിൽ വരാനായിട്ട് പറ്റണം. ഓക്കെ, ഈ കത്തി നീളമുള്ള കത്തിയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ക്രോസ് ബ്ലോക്ക് ചെയ്യുവാണ്, ഉണ്ടോ? ക്രോസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ മെല്ലെ ഈ കത്തി ഇങ്ങനെ എടുത്തിട്ടാൽ തീരുമാനമായി. വ്യക്തമായിട്ട് മനസ്സിലായി? ഒന്നും നോക്കുക. ക്രോസ് ചെയ്യുന്നുണ്ടോ? വെറുതെ ഉണ്ടോ? വരഞ്ഞു കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് പ്രശ്നത്തിലേക്ക് പോകാൻ വഴിയുണ്ട്. പിന്നെ ഈ കത്തിയിൽ നിങ്ങൾ നോക്കുക, ഇവിടെ കത്തിയുണ്ട്, നമ്മളിവിടെ ഒരു മൊനയും വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണാം, ഇവിടെ ഒരു മൊനയുണ്ട്. ഓക്കെ, അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചാൽ ഈ മൊനയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്രോസ് ചെയ്യാം. അപ്പോൾ രണ്ട് കൈ എവിടെ ഇരിക്കണത്? ക്രോസിലാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് വരാനായിട്ട് പറ്റും. അപ്പോൾ കത്തിയുടെ ഡിസൈനിൽ ചില പ്രത്യേകതകളുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കുത്തുമ്പോൾ കൈ കയറി വരുന്നത് കണ്ടോ? ആ കയറി വരുന്നതിന് മുന്നേ ചില ട്രിക്കുകളുണ്ട്. അതായത് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഒന്ന് ശ്രദ്ധിക്കണം. കത്തി കുത്താൻ വന്ന് അവിടെ നിന്ന് ആക്ഷൻ വന്നു എന്ന് കണ്ടാൽ നമ്മൾ കത്തി തിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ക്ലിയർ? ഇവിടെ നോക്കിയേ, ഇത് വളഞ്ഞിരിക്കുന്ന എസ് കത്തി എന്ന് പറഞ്ഞ സാധനമാണ്. കുഴപ്പം എന്നാന്ന് വെച്ചാൽ മറ്റേ കത്തി നിവർന്നായിരുന്നു പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കാൻ വരും. ഇങ്ങനെ പിടിക്കാൻ വരുന്ന സമയത്ത് നോക്കിയേ, ഇതിൻ്റെ മൊന എവിടെ ഇരിക്കുന്നു നോക്കിയേ. പ്രശ്നം പിടിക്കിട്ടോ? ഈ മൊനയിലോട്ടായിരിക്കും ചിലപ്പോൾ കൈ വന്ന് കയറുന്നത്. കുത്തുന്നതിന് തോന്നുന്ന പോലെ കുത്തുക. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ മറ്റേ കത്തി പോലെ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചാൽ കുഴപ്പമാണ്. കാരണം ഇതിൻ്റെ വളവുകൾ കണ്ടോ എങ്ങനെ വെച്ചിരിക്കണം? ക്ലിയർ? അപ്പോൾ കത്തിക്ക് കുത്താൻ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കുക. ഇവിടെ നിന്നുള്ള ഈ അകലവും ഇവിടെ നിന്നുള്ള ഈ അകലവും നോക്കിയാൽ ഇത്രയും വീതിയിൽ മുറിവ് പോലും അതിനായിട്ടാണ്. പിന്നെ നമ്മൾ കുത്തി കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വലിക്കുമ്പോൾ ഉള്ള, ഇപ്പോൾ വയറ്റിലൊക്കെ കുത്തുന്ന കുട്ടിക്ക് കയറി കഴിഞ്ഞാൽ വലിക്കുമ്പോൾ ഉള്ള അവസ്ഥ വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. അത്ര അപകടമുണ്ട് എസ് കത്തിക്ക്. ഇനിയുള്ളത് കുത്തുമ്പോൾ നേരെ കയറി പിടിച്ചു. ഈ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ വളവുകൾ കണ്ടോ? ഈ വളവുകൾ ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതാണ്. കണ്ടോ? കൃത്യമായി പിടികിട്ടോ? ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ മൂർച്ചയുള്ളത് കൊണ്ട് നമുക്ക് തിരിച്ചിവിടുന്ന് വലിക്കുമ്പോൾ ഇതും അപകടമായി തീരും. റൈറ്റ്? 2-3 തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാനല്ല, 5-ന് മേളിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ ഈ എസ് കത്തിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഈ കത്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രയോഗം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത്. ഇതൊന്നും പഠിപ്പിക്കാതെയാണ് പലപ്പോഴും നമ്മൾ കളരികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ കത്തിക്ക് പഠിച്ചിട്ട് എസ് കത്തിക്ക് പഠിക്കുമ്പോഴും ഇതിൻ്റെ തട്ടുകളൊക്കെ പലതരത്തിലായിരിക്കും, വ്യത്യാസങ്ങളുണ്ട്. ഇതിനെല്ലാം ഓരോ ടൈപ്പ് തട്ടുകളാണ് വരുന്നത്. ഇതെല്ലാം കൃത്യമായി പോയാൽ മാത്രമേ നമ്മുടെ ജീവനെ നമുക്ക് സംരക്ഷിക്കാനാവൂ എന്നുള്ളതാണ് സത്യം. അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അറിയിക്കുക. എനിക്കത് നന്നായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്.